നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബന്ദിമോചനത്തിൽ വൻ ചതി കാണിച്ച് ഹമാസ് ഭീകരർ ആ കുഞ്ഞു ജൂതന്റെ കുടുംബത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തി. അതിലും കലിയടങ്ങാതെ കഫീറിനെ മൃഗീയമായി കൊലപ്പെടുത്തിയെന്ന് IDFന്റെ വെളിപ്പെടുത്തൽ. കുഞ്ഞു കഫീർ അവൻ ജൂതനാണ് എന്നുള്ളതിന്റെ കലി മുഴുവൻ ഹമാസ് ആ കുഞ്ഞു ശരീരത്തോട് കാണിച്ചുവെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഫീറിനെ വിട്ടുകിട്ടണമെന്ന് മുൻപ് പലതവണ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇസ്രയേൽ മാധ്യമങ്ങളും ജനങ്ങളും ചാനലുകളിലും സൈബർ ഇടങ്ങളിലുമൊക്കെ അവൻ കുഞ്ഞ് യഹോവയാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പലരും സൈബർ ഇടത്തിൽ കുറിച്ചു. അതിന് ഹമാസിന്റെ പരിഹാസവും പിന്നീട് വന്നിരുന്നു. അവൻ യഹോവയോ എന്ന്. യഹോവയുടെ പ്രതീകമെന്ന് കഫീറിനെ ചിത്രീകരിച്ചതിലുള്ള പകയും ആ കുഞ്ഞിനോട് ഹമാസ് ഭീകരർ കാണിച്ചുവെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം കൈമാറിയ 4 മൃതദേഹങ്ങളിൽ 2 ഷിറിയുടെ മക്കളായ ഏരിയലിന്റെയും കഫീറിന്റേതുമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്രൂരമായാണ് കുട്ടികളെ കൊലപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നു. ഷിറിയും മക്കളും ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ 2023 നവംബറിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. അതായത് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ സ്വന്തം പൗരന്മാർ കൊല്ലപ്പെട്ടുവെന്ന്. എന്നാൽ ബോഡി ഇത്രകാലം എങ്ങനെ സൂക്ഷിച്ചു എന്നതിന് മറുപടി പറയാൻ ഹമാസിന് കഴിയുന്നില്ല. അതുമാത്രമല്ല, കഫീറിന്റെയും ഏരിയലിന്റെയും ശരീരത്തിലുള്ള ചില മുറിവുകൾക്ക് അധിക കാലപ്പഴക്കമില്ല എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടികളെ തടങ്കലിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്ന് IDF സ്ഥിരീകരിക്കുന്നത്. കഫീറിന്റെ മാതാവിന്റെ മൃതദേഹത്തിന് പകരം മറ്റൊരു ബോഡി അയച്ച് ഇസ്രയേലിനെ പച്ചയ്ക്ക് വഞ്ചിച്ചിട്ട് ഹമാസിന്റെ കൊലച്ചിരിയും. കഫീറിന്റെ മരണത്തിൽ ഇസ്രയേൽ ഭരണകൂടം തകർന്നു നിൽക്കുകയാണ്. ആ കുട്ടികളെ തിരികെ കൊണ്ടുവരുമെന്നത് ഭരണകൂടം അവരുടെ കുടുംബത്തിന് കൊടുത്ത വാക്കായിരുന്നു. അത് പാലിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഷിറിയുടെ മൃതദേഹം തിരികെ എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല. ഷിറി ജീവനോടെ ഉണ്ടോ അതോ മരണപ്പെട്ടോ? കൊല്ലപ്പെട്ടുവെങ്കിൽ എന്തുകൊണ്ട് ബോഡി വിട്ടുതരുന്നില്ല? ഇതിന് കൃത്യമായ മറുപടി കിട്ടണമെന്നാണ് ഷിറിയുടെ ഭർത്താവും ബന്ധുക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുവരെ കുട്ടികളുടെ മൃതദേഹം അടക്കം ചെയ്യില്ലെന്ന വാശിയിലാണ് കുടുംബം ഇപ്പോൾ. ഷിറി മരണപ്പെട്ടെങ്കിൽ കല്ലറയിൽ അവരെ 3 പേരെയും ഒരുമിച്ചടക്കം ചെയ്യണമെന്നാണ് കുടുംബം പറയുന്നത്. ഷിറിയുടെ ജീവനായിരുന്നു ആ പൊന്നോമനകൾ. ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോകുമ്പോഴും തന്റെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഷിറി വലിയ പോരാട്ടം നടത്തിയെന്ന് ഭർത്താവ് യാഡേൺ വ്യക്തമാക്കുന്നത്. നെതന്യാഹു ഭരണകൂടം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഷിറിക്ക് എന്ത് സംഭവിച്ചുവെന്ന് പറഞ്ഞിരിക്കണം. ഹമാസിന് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് IDF. ഇനി വെടിനിർത്തൽ ഇല്ല എന്ന മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഹമാസിന് വേണ്ടി വക്കാലത്തുമായി ഒരുത്തരും വരേണ്ടതില്ല എന്ന താക്കീതും. അറബ് രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഈ പ്രഖ്യാപനം. ഗാസയിൽ ഇനി എന്തും സംഭവിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഘോര യുദ്ധം തന്നെയെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ പ്രഖ്യാപനം. മുക്കിലും മൂലയിലുമായി ഒളിച്ചിരിക്കുന്ന അവശേഷിക്കുന്ന ഹമാസ് നേതാക്കൾ അവരുടെ ഡെത്ത് വാറന്റിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് മൊസാദ് തലവൻ ഡേവിഡ് ഡാഡി ബെർണിയ വെളിപ്പെടുത്തി. കയ്യിൽ കിട്ടുന്ന ഹമാസ് ഭീകരരുടെ മരണം അതിക്രൂരമായിരിക്കുമെന്നും ഒരു ദയാദാക്ഷിണ്യവും പ്രതീക്ഷിക്കരുതെന്ന് ബെർണിയയുടെ അന്ത്യശാസനം. കഫീർ മരണപ്പെട്ടുവെന്നുള്ള വാർത്ത വലിയ ചർച്ചയായി മാറിയിരുന്നു. മാത്രമല്ല, അവൻ അതിക്രൂരമായി കൊല്ലപ്പെട്ടുവെന്നു കൂടി പുറത്തേക്ക് വരുമ്പോൾ ജൂത ജനതയുടെ വികാരം വ്രണപ്പെട്ടിരിക്കുകയാണ്. ഇത് പൊറുക്കാൻ തയ്യാറല്ല എന്ന് പല കോണിൽ നിന്നും ഉയരുന്ന വാദങ്ങൾ. കഫീറിന്റെ വാർത്ത വായിക്കുന്നതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ്. മാധ്യമപ്രവർത്തകർ വൈകാരികമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതുമൊന്നും പതിവുള്ള കാര്യമല്ല. എന്നാൽ ഓസ്ട്രേലിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ അന്താരാഷ്ട്ര ചാനലായ സ്കൈ ന്യൂസിലെ വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനും അവതാരകനുമായ ക്രിസ് കെന്നി കരഞ്ഞുപോയിരുന്നു ഈ വാർത്ത വായിക്കുമ്പോൾ. തൊണ്ടയിടറിക്കൊണ്ടാണ് അദ്ദേഹം ഈ വാർത്ത വായന പൂർത്തിയാക്കിയത്. തന്റെ മാധ്യമ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമാണ് വായിക്കേണ്ടി വന്നത് എന്നാണ് ക്രിസ് കെന്നി പ്രേക്ഷകരോട് പറഞ്ഞത്. കുട്ടികളും അമ്മയും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുന്ന സമയത്താണ് അവരെ തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ ആ കുടുംബത്തിനുണ്ടായത് ഭീകരമായ ദുരന്തമായിരുന്നു. ഹമാസ് അവരെ വധിച്ചത് തന്നെയാണ് എന്നാണ് ക്രിസ് കെന്നി പറയുന്നത്.
ഹമാസ് അവകാശപ്പെടുന്നത് പോലെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് അവർ കൊല്ലപ്പെട്ടതെങ്കിൽ അതിനും ഉത്തരവാദി ഹമാസ് തന്നെയാണ്. കാരണം നിരപരാധികളായ അവരെ തട്ടിക്കൊണ്ടുപോയി രഹസ്യ കേന്ദ്രങ്ങളിൽ ബന്ദികളാക്കിയ ഹമാസ് തന്നെയാണ് അതിനുത്തരവാദിയെന്ന് ക്രിസ് കെന്നി പ്രേക്ഷകരോട് പറഞ്ഞു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇത്രയും നാളായിട്ടും ലോക നേതാക്കൾ ആരെങ്കിലും അവരുടെ മോചനത്തിനു വേണ്ടി ശ്രമം നടത്തിയോ എന്നും ക്രിസ് ചോദിക്കുന്നു. ഹമാസിന്റെ ബന്ദികളായി കഴിയുന്ന 36 പേർക്കും കൊല്ലപ്പെട്ട 34 പേർക്കും വേണ്ടി താൻ ഒരു ബാഡ്ജ് ധരിച്ചാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നത് എന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹമാസുമായി ഒത്തുതീർപ്പ് ചർച്ചയല്ല നടത്തേണ്ടതെന്നും അവരെ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ ക്രിസ് തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ മൃതദേഹങ്ങൾ വെച്ചാണ് തീവ്രവാദികളെ മോചിപ്പിക്കാൻ വിലപേശൽ നടത്തുന്നതെന്നും കുറ്റപ്പെടുത്തി. കഫീർ കൊല്ലപ്പെട്ടതാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ വികാരം ഇളക്കിവിട്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഹമാസിനോട് പൊറുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇസ്രയേൽ ഭരണകൂടവും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മാപ്പില്ല, ഇതിന് ഞങ്ങൾ മാപ്പ് തരില്ല എന്ന് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം. വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്കും ഘോര യുദ്ധത്തിലേക്കും കടക്കുകയാണോ എന്നുള്ള സംശയമാണിപ്പോൾ ബലപ്പെടുന്നത്. തീക്കളിയാണ് ഹമാസ് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.